പാവും ആത്മാവിൻ വളരും പാറയെ പൊട്ടിക്കും ചുറ്റികയും പാരിൽ ഇതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്യുവാൻ ഇല്ല ന്യൂനം. രണ്ടു ഭാഗങ്ങൾ അതിലുണ്ടതിലാകാവെ 66 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, പിന്നെ ആവർത്തനമെന്നീ പഞ്ചഗ്രന്ഥം. യോശുവ, ന്യായാധിപർ, ഋതുമി, രണ്ടുള്ള ശമൂവേൽ, രാജാക്കൾ, ദിനവൃത്താന്തം, എസ്രാ, നെഹമ്യ, എസ്തേർ, ഇയ്യോബ്, സങ്കീർത്തന, സാദൃശ്യവാക്യവും, സഭാപ്രസംഗിയുത്തമഗീതം, യെശയ്യാ, യിരെമ്യാ, വിലാപം, എസെക്കിയേൽ, ദാനിയേൽ, ഹോശയ്യ, യോവേൽ, ആമോസ്, ഓബദ്യാ, യോനാ, മീഖ, നഹൂം, ഹബക്കൂക്ക്, സെഫന്യ, ഹഗ്ഗായി, സെഖര്യാവ്, മാലാഖി എന്നീ പ്രവാചക ഗ്രന്ഥം ചേലോടെ വായിച്ചു ശീലിക്കുവിൻ. ക്രിസ്തുവിൻ ജീവചരിത്രം പ്രഘോഷിക്കും പുസ്തകമത്രേ ചരിത്രഭാഗം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോവാൻ, പിന്നെ അപ്പോസ്തലർ ലേഖനങ്ങൾ. റോമർ 1-2, കോരിന്ത്യ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പ്യർ, കൊലോസ്യരും 1-2, തെസലോനിക്ക, തീമോഥെയോസ്, തീത്തോസ്, ഫിലോമൻ, എബ്രായരും, യാക്കോബ്, പത്രോസ് 2, യോവാൻ 3, യൂദാ, വെളിപ്പാട് പുസ്തകങ്ങൾ. നിത്യവും ധ്യാനിച്ചു വായിക്കുന്നെങ്കിലോ നിത്യജീവനുള്ളിൽ വന്നിടുമേ.